സോളാർ സരിത കൊണ്ടുവന്നതല്ല. സരിത കൊണ്ടുവന്നപ്പോൾ സോളാർ വലിയ ചർച്ചാ വിഷയമായെന്നേ ഉള്ളൂ. പക്ഷേ സരിത ഉദ്ദേശിച്ച പ്രൊജക്റ്റ് വലിയ സംഗതി ഉള്ളതാണ്. കാരണം നമ്മുടെ കുറേ പൊതു ഇടങ്ങൾ വെറുതെ കിടപ്പുണ്ടല്ലോ. ഒരുപാട് സർക്കാർ ഓഫീസുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ. ഇതിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് വെറുതെ വെയിൽ കൊണ്ട് കാക്ക കാഷ്ടിച്ച് വൃത്തികേടാകുന്നതല്ലാണ്ട് അതുകൊണ്ടൊരു പ്രയോജനമില്ല. അവിടെയൊക്കെ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അതിനിപ്പോൾ അതാത് MLA-മാർ അവരുടെ MLA ഫണ്ടിൽ നിന്നും MLA ഫണ്ട് ബോർഡ് കൂടി വെച്ചാൽ സംഭവം ഉഷാറായി. അങ്ങനെയാണ് ഈ MLA-മാരെയൊക്കെ സ്വാധീനിക്കാൻ, മന്ത്രിമാരെയൊക്കെ സ്വാധീനിക്കാനായിട്ട് സരിത ഇറങ്ങിത്തിരിച്ചത്. അത് വലിയ വിവാദമായി. അതാണ് നമ്മുടെ ചരിത്രം. പക്ഷേ റിലയൻസ്, അംബാനി അവർ അത്യാവശ്യം കടന്ന് ചിന്തിക്കുന്ന കൂട്ടരാണ്. കാരണം അവർ ഒരു 10 വർഷം അല്ല ഒരു 20 വർഷം മുമ്പേ നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ ചിന്തിക്കുന്ന കൂട്ടരാണ് അവർ. അതുകൊണ്ടാണ് അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ശൃംഖലയായിട്ട് വളർന്നത്. അപ്പോൾ അവരിപ്പോൾ പദ്ധതി ഇടുന്നത് ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സോളാർ പാടം സ്ഥാപിക്കുക. അതുവഴി അടുത്ത 10 വർഷത്തേക്ക് രാജ്യത്ത് ആവശ്യമായി വരുന്ന ഊർജത്തിന്റെ 10% വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് റിലയൻസിന്റെ പദ്ധതി.